ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. അനലിസ്റ്റ് എക്സാമിൻ്റെ ആൻസർ ഡിസ്കഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. ഓൾറെഡി 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 26. സെലക്ട് ദ കറക്റ്റ് ആർ ആൻഡ് എസ് കോൺഫിഗറേഷൻ ഓഫ് ദ കോമ്പൗണ്ട്. ഇവിടെ സെക്കൻഡും തേർഡും കാർബണാണ് കൈറാൽ കാർബൺ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ആർ ആൻഡ് എസ് നൊട്ടേഷൻ കൊടുക്കേണ്ടത്. സെക്കൻഡ് കാർബണിന് ചുറ്റുമുള്ള ഗ്രൂപ്പുകൾക്ക് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴത്തേക്കും OH ഗ്രൂപ്പിന് ഫസ്റ്റ് പ്രയോറിറ്റി, C3 കാർബണ് സെക്കൻഡ് പ്രയോറിറ്റി, CH3 ഗ്രൂപ്പിന് തേർഡ് പ്രയോറിറ്റി, Hന് ഫോർത്ത് പ്രയോറിറ്റിയാണ് വരുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പിൽ നിന്ന് തേർഡ് പ്രയോറിറ്റി ഗ്രൂപ്പിലേക്ക് നമ്മൾ ആരോ വരയ്ക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആണെന്ന് കാണാം. സോ ആർ നൊട്ടേഷനാണ് വരുന്നത്. പക്ഷേ ഇവിടെ H എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിലായതുകൊണ്ട് അത് നമ്മൾ ഇൻവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ S ആയിട്ട് മാറും. സോ 2S. ഇതേ രീതിയിൽ C3 കാർബണെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്കവിടെ S നൊട്ടേഷൻ കിട്ടും. അതിനെ ഇൻവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും R ആവും. അപ്പോൾ 3R. സോ ആൻസർ ഓപ്ഷൻ D 2S 3R ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Stereoisomers that contain chiral carbon atom but are optically inactive are called. കൈറാൽ ആണെങ്കിലും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവുന്നത് ഇൻറ്റേർണൽ കോമ്പൻസേഷൻ വരുമ്പോഴാണ്. സോ അത് മീസോ കോമ്പൗണ്ട് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മെത്തേഡ് ദാറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് റൈസമിക് മിക്സ്ചേഴ്സ്. അതിൽ മെക്കാനിക്കൽ സെപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ബയോകെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, കെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്യും. സോ ആൻസർ ഓപ്ഷൻ ഡി ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The EZ system of nomenclature is used to identify. EZ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്. സോ ഓപ്ഷൻ ബി. 30ാമത്തെ ചോദ്യം. The configuration of the product formed by the unimolecular nucleophilic substitution reaction of an optically active alkyl halide is. SN1 റിയാക്ഷനിലെ പ്രോഡക്റ്റ് ഒരു റൈസമിക് മിക്സ്ചർ ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ സി റൈസമിക് മിക്സ്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിനാൻഡ്രീൻ ബിലോങ്സ് ടു ഡാഷ് ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഫിനാൻഡ്രീൻ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ റിയാക്ഷൻ ആൻഡ് ദ പ്രോഡക്റ്റ് വെൻ ബ്രോമോബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമോമീഥെയ്ൻ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം. ഇവിടെ ബ്രോമോബെൻസീൻ എന്ന് പറയുന്നത് അറൈൽ ഹാലൈഡും ബ്രോമോമീഥെയ്ൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡുമാണ്. അവർ ആൽക്കൈൽ ഹാലൈഡും അറൈൽ ഹാലൈഡും സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് വുഡ്സ് ഫിറ്റിക്സ് റിയാക്ഷൻ ആണ്. സോ പ്രോഡക്റ്റ് ഈസ് ടോളുവീൻ ആൻഡ് ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഡിക്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഗിവൺ റിയാക്ഷൻ. ഇതൊരു ഡീൽ സാൽഡർ റിയാക്ഷൻ ആണ്. ഒരു ഡൈയിനും ഒരു ആൽക്കീനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. സോ ഇവിടെ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഓപ്ഷൻ എ ആണ്. ഡീൽ സാൽഡർ റിയാക്ഷൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ക്ലാസ് ചെയ്തു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് വിൽ ഗീവ് ആൻ അസറ്റിലൈഡ് അയോൺ ഓൺ റിയാക്ഷൻ വിത്ത് പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ എന്ന് പറയുന്നത് അതിലൊരു അസിഡിക് ടെർമിനൽ ഹൈഡ്രജനുണ്ട്. അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അസറ്റിലൈഡ് അയോൺ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനൊരു സ്ട്രോങ് ബേസ് വേണം. അമോണിയ NaOH സ്ട്രോങ് ആണെങ്കിലും ഇതിലുള്ള അസിഡിക് ഹൈഡ്രജനെ റിമൂവ് ചെയ്യാൻ മാത്രം സ്ട്രോങ് അല്ല. എന്നാൽ സോഡിയം അമൈഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇനഫ്. സോ അവിടെ വരുന്ന റിയാക്ഷൻ നടക്കുന്നത് സോഡിയം അമൈഡുമായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഹാലൈഡ്സ് ഫോർ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ്. ഓപ്ഷൻ സി RI ഗ്രേറ്റർ ദാൻ RBr greater than RCl greater than RF. Next question. Ziesel's method is used to estimate. Answer option C either son. Next question. Which among the following reagent give ortho and para substitution with chlorobenzene? ക്ലോറോബെൻസിന് ഓർത്തോ പാര സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോഴാണ്. നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് നൈട്രേഷൻ, ബ്രോമിനേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ഒക്കെയാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് നൈട്രേഷൻ ആണ്.
രണ്ടാമത് വരുന്ന ബ്രോമിനേഷൻ്റെയാണ്. മൂന്നാമത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. സോ ഇതെല്ലാം തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓർത്തോയും പാരയും സബ്സ്റ്റിറ്റ്യൂട്ട്സ് നൽകുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. 1 ബ്രോമോ പ്രൊപ്പെയിൻ തന്നിരിക്കുന്നു. അതിനെ KOH ആൽക്കഹോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ A എന്ന പ്രോഡക്റ്റ് കിട്ടുന്നു. പിന്നീട് അതിനെ നമ്മൾ HBr ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ B എന്ന കോമ്പൗണ്ട് കിട്ടുന്നു. വീണ്ടും അതിനെ നമ്മൾ KOH അക്വസ് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ C കിട്ടുന്നു. ഈ പ്രോഡക്റ്റ് C ആണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് റിയാക്ഷൻ ആൽക്കഹോളിക് KOH ആയിട്ടാണ്. സോ അവിടെ എലിമിനേഷൻ നടക്കുന്നു. സെക്കൻഡ് വൺ, മാർക്കോനിങ്കോസ് റൂൾ പ്രകാരം അഡീഷൻ റിയാക്ഷൻ നടന്ന് 2 ബ്രോമോ പ്രൊപ്പെയിൻ കിട്ടും. തേർഡ് വണ്ണിൽ 2 ബ്രോമോ പ്രൊപ്പെയിൻ അക്വസ് KOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നിട്ട് 2 പ്രൊപ്പനോൾ കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ജോൺസ് റിയേജൻറ്റ്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ റിയേജൻറ്റ് ഈസ് ക്രോമിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ഇൻ അസറ്റോൺ. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ് ഓക്സിഡൈസസ് പ്രൈമറി ആൽക്കഹോൾ ടു ആൽഡിഹൈഡ്. അതും കറക്റ്റാണ്. ഇറ്റ് വിൽ നോട്ട് ഓക്സിഡൈസ് ഡബിൾ ബോൺസ് പ്രസൻറ്റ് ഇൻ ആൽക്കഹോൾ. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് വിൽ നോട്ട് ഓക്സിഡൈസ് സെക്കൻഡറി ആൽക്കഹോൾസ്. അതാണ് തെറ്റായ ഓപ്ഷൻ. സോ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളർ ഓഫ് സോഡിയം സോൾട്ട് ഓഫ് ഇൻഡോഫിനോൾ ഇൻ ലീബർമാൻസ് നൈട്രസോർ റിയാക്ഷൻ? ആൻസർ ഓപ്ഷൻ ഡി, ബ്ലൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ? ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കൊളസ്ട്രോൾ കണ്ടെയ്ൻസ് 3 6-membered and 1 5-membered rings, a double bond between C5C6 and a beta hydroxyl group at C3. So answer option B. Next question, according to the isoprene rule, the molecular formula of sesquiterpene is? Answer option B, C15H24. Next question, which of the following alkaloids contain phenanthrene ring? Answer option C, morphine. Next question, which toxic alkaloid responsible for the death of the Greek philosopher Socrates 399 BC is obtained from the poisonous plant hemlock? Answer option B, quinine. Next question, which values used to determine the average molecular weight of fatty acids in fats? Answer option C, saponification value. Next question, which among the following is a monocyclic monoterpenoid? Answer option C, menthol. Next question, in lecithin, the phosphate group is typically attached to the glycerol backbone at? Answer option C, C3. Next question, identify the steroid hormone from the list. Answer option B, cortisol. Next question, the cobalt atom present in the core structure is characteristic of which vitamin? Answer option B, vitamin B12 or cyanocobalamin. Next question, which vitamin is classified chemically as a terpenoid? Answer option A, vitamin A or retinol. Next question, RMS velocity of nitrogen is approximately? RMS velocity കണ്ടുപിടിക്കാനുള്ള ഫോർമുല √3RT/m ആണ്. അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 517 m/s എന്ന ആൻസർ കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.